ഹായ് എവ്രി വൺ. കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്ത ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ സന്ദർശനം എന്ന കവിതയുടെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 1 കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ലൈനാണ്: സ്മരണതൻ ദൂരസാഗരം തേടിയൻ ഹൃദയരേഖകൾ നീളുന്നു പിന്നെയും. ഇവിടെ സ്മരണ എന്ന് ഉദ്ദേശിക്കുന്നത് ഓർമ്മകൾ എന്നാണ് അർത്ഥം വരുന്നത്. സാഗരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടൽ എന്നാണ്. അപ്പോൾ ഇവിടുത്തെ മീനിങ് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഹൃദയം കാമുകിയുമായിട്ടുള്ള പഴയ ഓർമ്മകളിലേക്ക് പോകുന്നു. അതായത് അവർ പ്രണയിച്ചിരുന്ന മനോഹരമായ കാലഘട്ടത്തിലേക്ക് കവിയുടെ ഓർമ്മകൾ പോകുന്നു. നെക്സ്റ്റ് ലൈനാണ്: കനകമൈലാഞ്ചി നീരിൽ തുടുത്ത നിൻ വിരൽ തൊടുമ്പോൾ കിനാവ് ചുരുന്നതും. കനകം എന്ന് പറഞ്ഞാൽ സ്വർണം അല്ലെങ്കിൽ ചുവപ്പ് നിറം എന്നൊക്കെയാണ് പറയുക. ഇവിടെ പറയുന്നത് എന്താ? കനകമൈലാഞ്ചി നീരിൽ തുടുത്ത കാമുകിയുടെ വിരൽ തൊടുമ്പോൾ കാമുകനിൽ സ്വപ്നങ്ങൾ നിറയുകയായിരുന്നു. നെക്സ്റ്റ് ലൈനാണ്: നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റൻ്റെ ചില്ലകൾ പൂത്തതും. നെടിയ എന്ന് പറഞ്ഞാൽ നീണ്ടത് എന്നാണ് അർത്ഥം. സൂര്യപ്രകാശം ഏൽക്കുമ്പോഴാണ് ചെടികൾ പൂക്കുന്നത്. ഇതുപോലെയാണ് കവി ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അതായത് കാമുകിയുടെ നോട്ടമാകുന്ന കൃഷ്ണകാന്തങ്ങളുടെ കിരണമേറ്റ് ഞാനാകുന്ന മരത്തിലെ ചില്ലകൾ പൂക്കുന്നു. അടുത്ത വരിയാണ്: മറവിയിൽ മാഞ്ഞു പോയ നിൻ കുങ്കുമ തരിപ്പുരുണ്ട ചിദംബര സന്ധ്യകൾ. അതിൽ ചിദംബര സന്ധ്യകൾ അതിലെ അർത്ഥമാണ്. ചിദം എന്ന് പറയുന്നത് മനസ്സ് എന്നാണ്. അമ്പരം എന്ന് പറഞ്ഞാൽ ആകാശം എന്നാണ്. ഇവിടെ പറയുന്നത് എന്താ? എൻ്റെ മനസ്സാകുന്ന ആകാശത്തിലെ നിൻ്റെ നെറ്റിയിലെ കുങ്കുമത്തിൻ്റെ നിറമാണ്. സാധാരണ നമ്മൾ പറയുമ്പോൾ എങ്ങനെയാ? നിൻ്റെ നെറ്റിയിലെ കുങ്കുമത്തിൻ്റെ നിറമാണ് എൻ്റെ മനസ്സിലെ ആകാശത്തിന്. പക്ഷെ ഇവിടെ കവി അങ്ങനെയല്ല പറഞ്ഞത്. എൻ്റെ മനസ്സാകുന്ന ആകാശത്തിലെ നിൻ്റെ നെറ്റിയിലെ കുങ്കുമത്തിൻ്റെ നിറമാണ് എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് ലൈനാണ്: മരണവേഗത്തിൽ ഓടുന്ന വണ്ടികൾ, നഗരവീഥികൾ, നിത്യപ്രയാണങ്ങൾ, മതിരയിൽ മനം മുങ്ങി മരിക്കുന്ന നരകരാത്രികൾ, സത്രച്ചുമരുകൾ. ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് വർത്തമാനഘട്ടത്തെയാണ് പറയുന്നത്. നേരത്തെ നടന്ന ലൈനിനൊക്കെ ഭൂതകാലഘട്ടമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ വേർപിരിഞ്ഞതോടുകൂടി ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്ക് കാമുകൻ വന്നു. ഇവിടെ ഗ്രാമത്തിലേതുപോലെയുള്ള ശാന്തതയേറിയൊരു അന്തരീക്ഷമല്ല. മരണവേഗത്തിൽ ഓടുന്ന വണ്ടികളാണ്. രാത്രിയും പകലും ഒക്കെ മരണവേഗത്തിലാണ് ഓടുന്ന വണ്ടികളാണ് ഇവിടെ ഉള്ളത്. അങ്ങനെയുള്ള നഗരത്തിൽ അദ്ദേഹം മതിരയിൽ മനം മുങ്ങി മരിക്കുന്ന നരകരാത്രികൾ, അതായത് എന്താ പറയണത്? മദ്യത്തിൽ അടിമപ്പെട്ടുള്ള രാത്രികളായിരുന്നു അദ്ദേഹത്തിന് പിന്നീടുണ്ടായിരുന്നത്. ഇവിടെ സത്രച്ചുമരുകൾ എന്ന് പറഞ്ഞ അർത്ഥം വരുന്നത് വഴിയമ്പലങ്ങൾ എന്നായിരുന്നു. ഇങ്ങനെ മദ്യത്തിന് അടിമപ്പെട്ട് രാത്രിയിൽ അദ്ദേഹം നടക്കുമ്പോൾ അദ്ദേഹം കിടന്നിരുന്നത് വഴിയമ്പലങ്ങളിലായിരുന്നു. നെക്സ്റ്റ് ലൈനാണ്: ചില നിമിഷത്തിൽ ഏകാംഗിയാം പ്രാണൻ അലയുമാർത്തനായി ഭൂതായനങ്ങളിൽ ഇരുളിൽ എപ്പോഴുദിക്കുന്ന നിൻമുഖം കരുണമാ ജനാനന്തര സാന്ത്വനം. അതായത് ചില സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെ ദുഃഖിതനായിട്ട് ഭൂതകാലത്തിലേക്ക് സഞ്ചരിക്കാറുണ്ട്. അങ്ങനെയുള്ള സമയത്ത് ഭൂതായനങ്ങളിൽ നിന്നുള്ള ഇരുട്ടിൽ നിന്ന് നിൻ്റെ മുഖം എൻ്റെ മനസ്സിൽ വരാറുണ്ട്. അതെനിക്ക് വളരെ സാന്ത്വനമാണ്. അതായത് ഇങ്ങനെ വിഷമമുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ കാമുകിയുടെ മുഖം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുമ്പോൾ വളരെ സാന്ത്വനമാണ്. അദ്ദേഹത്തിനുള്ള സന്തോഷമൊക്കെ കിട്ടാറുണ്ടെന്നാണ് പറയുന്നത്. ആ ഒരു വിഷമിച്ചിരിക്കുന്ന ആ ഒരു സമയം അപ്പോൾ കടന്നു പോകുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ലൈനാണ് ലാസ്റ്റ് ലൈനാട്ടത്: അരുത് ചൊല്ലുവാൻ നന്ദി കരച്ചിലൻ അഴിമുഖം നമ്മൾ കാണാതിരിക്കുക, സമയമാകുന്നു പോകുവാൻ രാത്രിതൻ നിഴലുകൾ നമ്മൾ പണ്ടേ പിരിഞ്ഞവർ. അതായത് എന്താ പറയണത്? എന്തായാലും നമ്മൾ ഈ സന്ദർശന മുറിയിൽ വെച്ച് പിരിഞ്ഞു പോകും. ഇനി നമ്മൾ ഒന്നിക്കില്ല എന്നത് വളരെ നന്നായിട്ട് അദ്ദേഹത്തിന് അറിയാം. രാത്രിതൻ നിഴലുകൾ നമ്മൾ പണ്ടേ പിരിഞ്ഞവരാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മൾ പരസ്പരം നന്ദി പറയേണ്ടതില്ല. ഇപ്പോൾ നമ്മൾ നന്ദി പറഞ്ഞാൽ അതൊരു കരച്ചിലായി മാറും. അതിന് ആവശ്യം ഇപ്പോൾ ഇല്ല. കാരണം നമ്മൾ പണ്ടേ പിരിഞ്ഞു പോയവരാണ്. അതായത് പണ്ടേ പിരിഞ്ഞു പോയവരാണ് നമ്മൾ. ഇനിയിപ്പോൾ ഈ സന്ദർശന മുറിയിൽ വെച്ച് കണ്ടുപിരിയുമ്പോൾ വീണ്ടും ഒരു യാത്ര പറച്ചിലിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു കവിത ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഡൗട്ട് വരികയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.